TC ബസ് സ്റ്റാൻഡ്, വെള്ളയാങ്കുടി, കട്ടപ്പന. കല്യാണത്തിന് മോൾക്ക് സ്വർണം എടുത്തത് പവിത്രയിൽ നിന്നാണ്. ഏലത്തിന്റെ നിറവും സ്വർണത്തിന്റെ നിറവും കണ്ടാൽ ഞങ്ങൾ ഹൈ റേഞ്ചുകാർക്ക് അറിയാം അതിന്റെ പരിശുദ്ധി. പവിത്ര ഗോൾഡ്, കട്ടപ്പന. ഇപ്പോൾ കിട്ടിയ വാർത്ത. വസ്ത്രങ്ങളുടെ മായിക പ്രപഞ്ചവുമായി പെട്രോൾ ഫാഷൻ കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തനം തുടരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധിയിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തിക്കുന്ന പെട്രോൾ ഫാഷനിലാണ്. 3 നിലകളിലായി അതിവിശാലമായ ഷോറൂമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ആദ്യ നിലയിൽ ലേഡീസ് ഫാൻസി ഐറ്റംസ്, ഓർണമെന്റ്സ്, സ്റ്റേഷനറി, ഗിഫ്റ്റുകൾ എന്നിവയുടെ ശേഖരമാണ് ഉള്ളത്. താഴത്തെ നിലയിൽ ബ്രാൻഡഡ് ഷർട്ടുകൾ, ജീൻസുകൾ, ടീഷർട്ടുകൾ എന്നിവയുടെ ശേഖരവുമായി മെൻസ് വെയർ. മുകളിലത്തെ നിലയിൽ പുതുപുത്തൻ ട്രെൻഡുകൾക്ക് അനുസൃതമായി സ്ത്രീ സങ്കല്പങ്ങൾക്ക് ചാരുത പകർന്ന് ലേഡീസ് വെയറും ഒരുക്കിയിരിക്കുന്നു. പെട്രോൾ ഹൈലി ഇൻഫ്ലേമബിൾ ഫാഷൻ, പള്ളിക്കവല, കട്ടപ്പന. KG's ജുവലറി, കോട്ടയം കടയുടെ അതിവിപുലമായ വെള്ളി ആഭരണശാല. KG's സിൽവർ മൈൻ ഗുരുമന്ദിരത്തിന് സമീപം പ്രവർത്തിക്കുന്നു. പരിശുദ്ധമായ വെള്ളിയിൽ തീർത്ത ആഭരണങ്ങൾ മിതമായ നിരക്കിൽ. ആധുനിക ഡിസൈനിലുള്ള കമ്മലുകൾ, മോതിരങ്ങൾ, വിവാഹ ആവശ്യത്തിനുള്ള നെക്ലേസുകൾ, പ്ലാറ്റിനം ഫിനിഷിംഗ് വളകൾ, വെള്ളിപ്പാത്രങ്ങൾ, മാലകൾ, കൊലുസുകൾ, അരഞ്ഞാണങ്ങൾ, ലോക്കറ്റുകൾ, കൊന്തകൾ, നേർച്ച സാധനങ്ങൾ, കൈചെയിനുകൾ, നവരത്ന മോതിരങ്ങൾ തുടങ്ങിയ വെള്ളിയാഭരണങ്ങളുടെ അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്ര കല്ലുകൾ തിരഞ്ഞെടുക്കുവാൻ ജോൽസിന്റെ സേവനം ലഭ്യമാണ്. KG's സിൽവർ മൈൻ സിൽവർ കളക്ഷൻസ്, കോട്ടയം കട, ഗുരുമന്ദിരത്തിന് സമീപം, കട്ടപ്പന. You know that thing must be 100 years old. ചന്തം കാളിന്തി നാദം ഗോപി സംഗീതം मेरे डोल सुन मेरे प्यार की तुम मेरे ढोल सुन मेरी चाहते KG's ജുവലറി, കോട്ടയം കട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. അധികം വൈകാതെ അനലോഗ് ചാനലുകൾ ഇല്ലാതാകും. കേട്ടില്ലേ? ശരിയാണ്. ഇനി ഡിജിറ്റൽ ചാനൽസിന്റെ കാലമാണ്. അപ്പോ ഏറ്റവും മികച്ച കണക്ഷൻ തന്നെ വേണ്ടേ? ഏതെങ്കിലും ഒരു കണക്ഷൻ എടുക്കാന്ന് വെച്ചാലോ? കാലാവസ്ഥയെ പേടിക്കണം, ഓർത്തിരുന്ന് റീചാർജ് ചെയ്യണം, സർവീസിന് വേണ്ടി കാത്തിരിക്കണം. എന്തിനു റിസ്ക് എടുക്കണം? കേരള വിഷൻ ഡിജിറ്റൽ TV സെറ്റ് ടോപ്പ് ബോക്സ് കണക്ട് ചെയ്യൂ. 250 പരം ചാനലുകൾ, HD and 3D ചാനലുകൾ, ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രാദേശിക ചാനലുകളും. കേരളം രാജ്യത്തിന് മാതൃകയാവുന്നു കേരള വിഷൻ ഡിജിറ്റൽ TVയിലൂടെ. മിതമായ നിരക്കിൽ ആകർഷകമായ പാക്കേജുകളിൽ. കേരളം മാറുന്നു സെറ്റ് ടോപ്പ് ബോക്സിലൂടെ. കേരളം മാറുന്നു കേരള വിഷനിലൂടെ. പകരം വെക്കാനാവില്ല ഒന്നും. നമസ്കാരം. ഇടുക്കിനെറ്റ് വാർത്താ സംപ്രേഷണത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. ഇടുക്കിനെറ്റ് ന്യൂസ് ലൈവ്.
ഇടുക്കി നെറ്റ് ന്യൂസ് ലൈവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. ന്യൂസ് ഹെഡ്ലൈൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. 3.5 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിക്കുവാൻ ശ്രമിച്ച പിതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മാതാവിന്റെ പരാതിയെ തുടർന്നായിരുന്നു അറസ്റ്റ്. കുമളി കൊല്ലംപട്ടണ സ്വദേശി അനൂപാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ജനുവരി 26 മുതൽ ഈ മാസം 16 വരെയുള്ള ദിവസങ്ങളിൽ രാത്രികാലങ്ങളിൽ മകളെ പീഡിപ്പിക്കുവാൻ ശ്രമിച്ചുവെന്നാണ് പരാതിയിൽ പറയുന്നത്. മാങ്കുളം കുരിശുപാറയിൽ 7 വയസ്സുകാരിയെ പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതി ഒളിവിൽ. പ്രതിയെ പിടികൂടുവാൻ ശ്രമിക്കാതെ രക്ഷപ്പെടുത്തുവാനുള്ള ഗൂഢശ്രമങ്ങൾ നടക്കുന്നതായും ആരോപണം. കുടിവെള്ളമില്ലാതെ മുളകുവള്ളി നിവാസികൾ. വാഴത്തോപ്പ് പഞ്ചായത്തിലെ മുളകുവള്ളി ഗ്രാമത്തിൽ പഞ്ചായത്തിന്റെ കുടിവെള്ള പദ്ധതിയും ജനങ്ങൾക്ക് പ്രയോജനപ്പെട്ടില്ല. വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന പണിക്കൻകുടി കാറ്റാടിപ്പാറയെ ഗ്രാമീണ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്ന് റോഷി അഗസ്റ്റിൻ MLA. കാറ്റാടിപ്പാറ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇടുക്കി MLA. റോഡ് നിർമ്മാണം ദ്രുതഗതിയിൽ നടക്കുമ്പോഴും ഗതാഗതം സുഗമമാക്കുവാൻ പാലമില്ലാതെ വിമലഗിരി നിവാസികൾ. മരിയാപുരം ഗ്രാമപഞ്ചായത്തിലെ മരിയാപുരം എന്ന കുടിയേറ്റ ഗ്രാമത്തിലേക്കാണ് ഗതാഗത സൗകര്യമൊരുക്കുവാൻ പാലം ആവശ്യമുള്ളത്. വിശദമായ വാർത്തകളിലേക്ക്. മനുഷ്യ മനസ്സുകളെ മരവിപ്പിച്ചുകൊണ്ട് വീണ്ടും കൊച്ചുകുട്ടികൾക്ക് നേരെ ലൈംഗിക അതിക്രമം. കൊന്നത്തടി ഭൂതകാളിയിൽ 7 വയസ്സുകാരിയെ KCB എഞ്ചിനീയർ പീഡിപ്പിച്ചതിന് പിന്നാലെ 3.5 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിക്കുവാൻ ശ്രമിച്ച പിതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മാതാവിന്റെ പരാതിയെ തുടർന്നായിരുന്നു അറസ്റ്റ്. കുമളി കൊല്ലംപട്ടണ സ്വദേശി അനൂപാണ് പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ ജനുവരി 26 മുതൽ ഈ മാസം 16 വരെയുള്ള ദിവസങ്ങളിൽ രാത്രികാലങ്ങളിൽ മകളെ പീഡിപ്പിക്കുവാൻ ശ്രമിച്ചുവെന്ന് പരാതിയിൽ പറയുന്നു. കുമളി കൊല്ലംപട്ടണ സ്വദേശി അനൂപാണ് അറസ്റ്റിലായത്. 3.5 വയസ്സുള്ള മകളെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന മാതാവിന്റെ പരാതിയെ തുടർന്നാണ് അറസ്റ്റ്. കഴിഞ്ഞ ജനുവരി 26 മുതൽ ഈ മാസം 16 വരെയുള്ള ദിവസങ്ങളിൽ രാത്രികാലങ്ങളിലാണ് മകളെ ഇയാൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചതെന്നാണ് പരാതിയിൽ പറയുന്നത്. കുട്ടിക്ക് ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് മാതാവ് കുട്ടിയെ പരിശോധനയ്ക്കായി ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. ഡോക്ടർമാർ നടത്തിയ പരിശോധനയിലാണ് പെൺകുട്ടി പീഡന ശ്രമത്തിന് വിധേയയായതായി വിവരം ലഭിച്ചത്. ഇതിനെ തുടർന്ന് ഭർത്താവിനെതിരെ ഭാര്യ കുമളി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പോലീസ് വീണ്ടും കുട്ടിയെ ആശുപത്രിയിലെത്തിച്ച് പരിശോധന നടത്തി. വൈദ്യപരിശോധനാ റിപ്പോർട്ട് ലഭിച്ചതിനെ തുടർന്ന് കുമളി CI S അഷദ്, ASI പ്രകാശ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ജമാലുദ്ദീൻ, രാജേഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. അനൂപിനെ പീരുമേട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മാങ്കുളം കുരിശുപാറയിൽ 7 വയസ്സുകാരിയെ പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതി ഒളിവിൽ. പ്രതിയെ പിടികൂടുവാൻ ശ്രമിക്കാതെ രക്ഷപ്പെടുത്തുവാനുള്ള ഗൂഢശ്രമങ്ങൾ നടക്കുന്നതായും ആരോപണം. ജില്ലയിൽ കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുകയാണ്. കൊന്നത്തടി പൂതാളിയിൽ 9 വയസ്സുകാരിയെ KCB സബ് എഞ്ചിനീയർ പീഡിപ്പിച്ചതിന് പുറകെയാണ് മാങ്കുളം കല്ലാർവാലിയിൽ 7 വയസ്സുകാരിയെ അയൽവാസി പീഡിപ്പിക്കുന്നത്. കല്ലാർവാലി എസ്റ്റേറ്റിൽ ജോലിക്കാരായ ദമ്പതികളുടെ 7 വയസ്സുള്ള പെൺകുട്ടിയെയാണ് അയൽവാസി കൂടിയായ കാളകെട്ടി ബെന്നി പീഡിപ്പിക്കുന്നത്. 2 മാസം മുൻപാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. ബെന്നി പലതവണ കുട്ടിയെ ഇയാളുടെ വീട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുകയും കുട്ടിയുടെ നഗ്നചിത്രങ്ങൾ മൊബൈലിൽ പകർത്തുകയും ചെയ്തു. തുടർന്ന് ഫോണിന്റെ മെമ്മറി കാർഡ് ഊരി മാറ്റിവെച്ചിരുന്നുവെങ്കിലും ബെന്നിയുടെ മകൻ മെമ്മറി കാർഡിൽ നിന്നും ഈ ദൃശ്യങ്ങൾ കാണുകയും കൂട്ടുകാരെ കാണിക്കുകയും ചെയ്തു. ഇതോടെയാണ് സംഭവം പുറംലോകമറിയുന്നത്. വ്യാഴാഴ്ച വൈകിട്ട് ഞങ്ങൾക്ക് ഒരു 8:30 ഒരു കോള് വന്നു, ഇങ്ങനെ ഒരു മെമ്മറി കാർഡ് കിട്ടിയിട്ടുണ്ട്, നിങ്ങളുടെ കൊച്ചിൻ്റെ ആണെന്ന് നോക്കാൻ പറഞ്ഞ് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സ്റ്റാഫാണ് എന്നെ വിളിച്ചത്. അപ്പോൾ ഞങ്ങൾ താഴെ ഞാനും എൻ്റെ ഭർത്താവും കൂടി ചെന്ന് ആ മെമ്മറി കാർഡ് നോക്കുമ്പോൾ എൻ്റെ മോക്കടെ 3 ഫോട്ടോ ഫുൾ ഫോട്ടോയും ബാക്കി മൊത്തം വൃത്തികെട്ട ഫോട്ടോ ആയിരുന്നു. കട്ടിലിൽ വരെ കിടത്തിയുള്ള ഫോട്ടോസുകളായിരുന്നു അതിൻ്റെ അകത്ത് കണ്ടത്. ചൈൽഡ് ലൈൻ പ്രവർത്തകരെത്തി കുട്ടിയെ കൌൺസിലിംഗ് നടത്തിയപ്പോഴാണ് 1-ലധികം പ്രാവശ്യം ബെന്നി കുട്ടിയെ ക്രൂരമായി ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയതായി കുട്ടി മൊഴി നൽകുന്നത്. 4 മണിക്കൂർ മിച്ച് അവരുന്ന് കൊച്ചിനോട് എല്ലാ കാര്യങ്ങളും ചോദിച്ചു. കൊച്ചു വ്യക്തമായി തന്നെ പറഞ്ഞു. പക്ഷേ ആ കൊച്ചു പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് അധികമായ സങ്കടം ഉണ്ടെന്ന് വെച്ചാൽ ആ രീതിക്ക് അവൻ എൻ്റെ കുഞ്ഞിനെ ഉപദ്രവിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഞങ്ങൾ അറിയാൻ പറ്റിയത്. തുടർന്ന് ചൈൽഡ് ലൈൻ പ്രവർത്തകർ അടിമാലി പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തിയപ്പോഴേക്കും ബെന്നി തമിഴ്നാട്ടിലേക്ക് കടന്നിരുന്നു. കെട്ടിടം പണികൾക്ക് പോയിരുന്ന ബെന്നി
പല സ്ഥലങ്ങളിലും ജോലിക്കാരെ സപ്ലൈ ചെയ്യുന്ന ഇടനിലക്കാരൻ കൂടിയാണ്. സംഭവം നടന്ന ദിവസങ്ങൾ പിന്നിട്ടിട്ടും പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇതുവരെ പ്രതിയെ പിടിക്കുവാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഈ പ്രതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കുറെ ആളുകള് രാഷ്ട്രീയ പ്രേരിതമായി സംരക്ഷിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഈ പ്രതി എവിടെ ഉണ്ട് എന്ന് പോലീസിനും അറിയാം, ഈ പറയുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം. രാജധാനി കൊലക്കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നതിനാൽ സ്റ്റേഷനിൽ പോലീസുകാരില്ലാത്തതാണ് പ്രതിയെ പിടികൂടാൻ വൈകുന്നതിന് കാരണമെന്നും പോലീസ് പറയുന്നതായും കുട്ടിയുടെ മാതാവ് പറയുന്നു. കേസ് പിൻവലിക്കാൻ മാതാപിതാക്കളെ ചിലർ നിർബന്ധിക്കുന്നതായും കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നതായും കുട്ടിയുടെ മാതാവ് മീഡിയാനെറ്റിനോട് പറഞ്ഞു. പിന്നെ പല ആൾക്കാരും ആ കേസിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ഞങ്ങളോട് പറഞ്ഞു അത് വേണ്ട, നമുക്ക് പറഞ്ഞ് സോൾവ് ചെയ്യാന്ന് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞില്ല. ഞങ്ങളുടെ 7 വയസ്സുള്ള കുട്ടിയാണ് എൻ്റെ കൊച്ച്. അപ്പോൾ ആ മോൾക്ക് വന്നത് ഇനി ഒരാൾക്കും വരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, അത് കേസ് മുഖേന പൊക്കോട്ടെ എന്ന് ഓർത്തുകൊണ്ട് ഞങ്ങൾ കേസ് കൊടുത്തു. പല രീതിയിൽ ഞങ്ങൾക്ക് ഭീഷണി ഉണ്ടായി. കൊച്ചിനെ തട്ടിക്കൊണ്ടുപോകും, കൊന്നുകളയും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ ഈ കഥകൾ തിരിപ്പിക്കുന്ന പല ആൾക്കാരും ഞങ്ങളെ ഭീഷണിപ്പെടുത്തി. വൈദ്യപരിശോധനയിൽ കുട്ടി പീഡനത്തിന് ഇരയായതായി തെളിഞ്ഞിട്ടുണ്ട്. കുട്ടിയെ മജിസ്ട്രേറ്റ് മുൻപാകെ ഹാജരാക്കി മൊഴിയെടുത്തു. ഹൈറേഞ്ച് ജനത കുടിവെള്ളക്ഷാമത്തിന്റെ പിടിയിലേക്ക്. വരളുന്ന ഇടുക്കി. കുടിവെള്ളമില്ലാതെ മുളകുവള്ളി നിവാസികൾ. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിലെ മുളകുവള്ളി ഗ്രാമത്തിൽ പഞ്ചായത്തിന്റെ കുടിവെള്ള പദ്ധതിയും ജനങ്ങൾക്ക് പ്രയോജനപ്പെട്ടില്ല. വാഴത്തോപ്പ് പഞ്ചായത്തിൽ വരൾച്ച ഏറ്റവും രൂക്ഷമായ പ്രദേശങ്ങളിലൊന്നാണ് മുളകുവള്ളി അമ്പലമേട് പ്രദേശം. 80ഓളം കുടുംബങ്ങൾ അധിവസിക്കുന്ന ഈ പ്രദേശത്ത് കുടിവെള്ളത്തിന് പൊതുവെ ദൗർലഭ്യമാണ്. വേനൽ രൂക്ഷമായതോടെ കുടിവെള്ളത്തിനായി ജനങ്ങൾ വലഞ്ഞു തുടങ്ങി. വർഷങ്ങൾക്ക് മുൻപ് പഞ്ചായത്ത് സ്ഥാപിച്ച കുടിവെള്ള പദ്ധതി ഇപ്പോഴും പൂർത്തീകരിക്കാതെ പാതി വഴിയിലുമാണ്. മുളകുവള്ളിത്തോടിന് സമീപത്ത് നിർമ്മിച്ചിട്ടുള്ള ഒരു കുളത്തിൽ നിന്നും വെള്ളം പമ്പ് ചെയ്യുന്നതിനാണ് പദ്ധതി. എന്നാൽ കുളനിർമ്മാണം മാത്രമാണ് ഇപ്പോഴും പൂർത്തിയായത്. ചക്കുളമ്പടി പാൽക്കുളത്തോട് കുടിവെള്ള പദ്ധതിയുടെ ഉപഭോക്താക്കളായ ആളുകളാണ് ഞങ്ങൾ. ഏകദേശം 46 കുടുംബങ്ങളോളം ഈ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ കുടിവെള്ളം ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ വാഴത്തോപ്പ് പഞ്ചായത്ത് മുൻ മെമ്പറായിരുന്ന ശ്രീ ഷിജോ തടത്തിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് ഇവിടെ കുടിവെള്ള പദ്ധതിക്കുള്ള പൈപ്പും മോട്ടറും കറണ്ട് കണക്ഷനും തന്നിട്ടുണ്ട്. പക്ഷേ കുളം കെട്ടി വെള്ളം ശുദ്ധജലം ശേഖരിക്കാനുള്ള ഒരു മാർഗ്ഗമില്ലാത്തതിൻ്റെ പേരിൽ ഞങ്ങളിപ്പോൾ കുടിവെള്ളം കിട്ടാതെ വളരെ വിഷമിച്ചിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുടിവെള്ള കുഴിയിലേക്ക് തൊട്ടടുത്തുള്ള തോട്ടിൽ നിന്ന് മലിനജലം കയറി അതിൻ്റെ അകത്ത് കണ്ട വേസ്റ്റുകളും വന്നടിഞ്ഞ് ഞങ്ങളുടെ കുടിവെള്ള കുടിക്കുന്നതിനുള്ള കാര്യങ്ങൾ ഇപ്പോൾ നടക്കാതിരിക്കുകയാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഇതിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ ഈ കുടിവെള്ളം ഞങ്ങൾക്ക് എത്തിച്ചു തരുവാൻ വേണ്ടി ഈ കുടിവെള്ള പദ്ധതിയുടെ സൈഡ് കെട്ടി, ഈ കുളത്തിൻ്റെ സൈഡ് കെട്ടി ഇതിനു വേണ്ട ഫണ്ട് അനുവദിച്ച് ഞങ്ങളുടെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാണ് എനിക്ക് ബഹുമാനപ്പെട്ട ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് പറയാനുള്ളത്. വൈദ്യുതി കണക്ഷൻ ലഭിക്കുന്നതിനുള്ള യാതൊരു ക്രമീകരണങ്ങളും ഇനിയും നടപ്പാക്കിയിട്ടുമില്ല. മഴക്കാലത്ത് പുറന്തോട്ടിൽ നിന്നും വെള്ളം കുളത്തിലേക്ക് കയറുക സാധാരണമാണ്. ഇത് തടയുന്നതിനാവശ്യമായ സംരക്ഷണ ഭിത്തി കെട്ടുവാനും അധികൃതർ ശ്രമിച്ചിട്ടില്ല. പദ്ധതി പൂർത്തിയാവാത്തതിനാൽ പ്രദേശത്തെ ജനങ്ങളുടെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുവാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ഗ്രാമവാസികൾ കുറ്റപ്പെടുത്തുന്നു. വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന പണിക്കൻകുടി കാറ്റാടിപ്പാറയെ ഗ്രാമീണ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്ന് റോഷി അഗസ്റ്റിൻ MLA പറഞ്ഞു. കാറ്റാടിപ്പാറ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. കൊന്നത്തടി പഞ്ചായത്തിലെ പണിക്കൻകുടിയോട് ചേർന്നുള്ള കാറ്റാടിപ്പാറ പ്രദേശം
രാമക്കൽമേട് മേഖലയ്ക്കൊപ്പം തന്നെ കാറ്റ് വീശുന്ന പ്രദേശവും ചിന്നാർപ്പുഴയും മുളങ്കാടുകളും അതിരിട്ട് നിൽക്കുന്ന കുന്നിൻപുറവുമാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയാൽ ജില്ലയിലെ ഏറ്റവും മികച്ച ടൂറിസം മേഖലയായി ഇത് മാറും. പാൽക്കുളമേട്, കല്യാണത്തണ്ട്, മീനുളിയാൻപാറ, പാണ്ടിപ്പാറ, അഞ്ചുരുളി എന്നിവയുൾപ്പെട്ട ഗ്രാമീണ ടൂറിസം സർക്യൂട്ടിൽ കാറ്റാടിപ്പാറയും ഉൾപ്പെടുത്തി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ വഴി സർക്കാരിന് റിപ്പോർട്ട് നൽകുമെന്നും റോഷി അഗസ്റ്റിൻ MLA പറഞ്ഞു. ഇടുക്കിയില് ഇപ്പോൾ നമ്മൾ രൂപപ്പെടുത്തി വരുന്ന ഗ്രാമീണ ടൂറിസം പദ്ധതിയിൽ കാറ്റാടിപ്പാറയെ ഉൾപ്പെടുത്തുന്നു എന്ന വിവരം ഈ സന്ദർഭത്തിൽ. കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി ജോൺ അധ്യക്ഷയായിരുന്നു. കാറ്റാടിപ്പാറയിൽ നടന്ന സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജി മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രമ്യ റനീഷ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP മൽക്ക, NM ജോസ്, ഷിനി സജീവൻ, CK പ്രസാദ്, VK മോഹനൻ നായർ, ഷാജി കാഞ്ഞമല, ഫ്രാൻസിസ് അപ്പാൻചിറയിൽ, റോബർട്ട്, ബിന്ദു അശോകൻ, ജോയി പൊട്ടൻകുളം തുടങ്ങിയവരും സംസാരിച്ചു. ഇനി ഗ്രാമീണ ദുരിതക്കാഴ്ചകളുമായി ദുരിതം പേറി. റോഡ് നിർമ്മാണം ദ്രുതഗതിയിൽ നടക്കുമ്പോഴും ഗതാഗതം സുഗമമാക്കുവാൻ പാലമില്ലാതെ വിമലഗിരി നിവാസികൾ പ്രതിസന്ധിയിലായി കഴിഞ്ഞു. മരിയാപുരം ഗ്രാമപഞ്ചായത്തിലെ മരിയാപുരം എന്ന കുടിയേറ്റ ഗ്രാമത്തിലാണ് ഗതാഗത സൗകര്യമൊരുക്കുവാൻ പാലം അത്യാവശ്യമായിട്ടുള്ളത്. 60 വർഷത്തെ കുടിയേറ്റ പാരമ്പര്യമുള്ള വിമലഗിരി ഗ്രാമത്തിന് ഇനിയും അടിസ്ഥാന സൗകര്യങ്ങളായിട്ടില്ല. തടിയമ്പാട്, കൊച്ചുകരിമ്പൻ പ്രധാന റോഡല്ലാതെ ഉൾപ്രദേശങ്ങളിലേക്കൊന്നും ഗതാഗതയോഗ്യമായ റോഡുകളുമില്ല. അടുത്തിടെ പൊതുമരാമത്ത് വകുപ്പ് വിമലഗിരിയിലേക്ക് കരിമ്പനിൽ നിന്നുള്ള റോഡ് ഏറ്റെടുത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. വിസ്തൃതി വർദ്ധിപ്പിച്ച് വശങ്ങൾ കെട്ടി സംരക്ഷിക്കുവാനും മെറ്റൽ വിരിക്കുവാനും ടാറിംഗ് ഉൾപ്പെടെ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനുമുള്ള നടപടികളും നടന്നുവരികയാണ്. എന്നാൽ ഇടുക്കി നേര്യമംഗലം സംസ്ഥാന പാതയിലേക്ക് ബന്ധിപ്പിക്കുവാൻ കരിമ്പനിൽ പെരിയാറിന് കുറുകെ പാലം നിർമ്മിക്കണം. വിമലഗിരി കരിമ്പൻ ഒട്ടലാങ്കപ്പടി ഏണിക്കുത്ത് റോഡിന്റെ ഭാഗത്ത് കിടക്കുന്ന ചപ്പാത്തിന്റെ ഭാഗങ്ങൾ പൂർണ്ണമായും 2013 ജൂലൈ മാസത്തെ കാലവർഷക്കെടുതിയിൽ പൂർണ്ണമായി നശിക്കുകയുണ്ടായി. അതിനുശേഷം നിരവധി സ്കൂൾ കുട്ടികളും അതുപോലെ തന്നെ കരിമ്പൻ, വാഴത്തോപ്പ് പഞ്ചായത്ത്, മരിയാരം പഞ്ചായത്തുമായിട്ട് ബന്ധിപ്പിക്കുന്നതിന് ഇതിലെയുള്ള 150-ൽ പരം കുടുംബങ്ങളും നിരവധി യാത്രക്കാരും ഈ വഴി ഉപയോഗിക്കുന്നതാണ്. 2013 തന്നെ ഈ കാര്യങ്ങൾ ജനപ്രതിനിധികളുടെ മുമ്പിൽ ആളുകൾ ആക്ഷേപം ഉന്നയിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്തിട്ട് നാളിതുവരെയായിട്ടും ഇവരുടെ പ്രഖ്യാപനങ്ങളും കാര്യങ്ങളും ഉണ്ടായതല്ലാതെ ഇന്നുവരെ ഈ കാര്യത്തിനൊരു തീർച്ചയുണ്ടാക്കുവാൻ സാധിച്ചിട്ടില്ല. 1500-ലധികം കുടുംബങ്ങൾ അധിവസിക്കുന്ന ഈ പ്രദേശത്ത് നിത്യേന ജനങ്ങൾക്ക് യാത്ര ചെയ്യുവാനുള്ള ഏക മാർഗമാണ് ഈ റോഡ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പാലം നിർമ്മിക്കുവാൻ നടപടി ഉണ്ടാകണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. ജില്ലയിൽ വർദ്ധിച്ചുവരുന്ന പട്ടികജാതി പീഡനങ്ങളിൽ പ്രതിഷേധിച്ച് AKCHMSന്റെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. സംഘടനാ ജില്ലാ സെക്രട്ടറി KK സുശീലൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ വർദ്ധിച്ചുവരുന്ന പട്ടികജാതി പീഡനങ്ങളിലും പട്ടികജാതി ഫണ്ട് വിനിയോഗത്തിലെ അഴിമതികളിലും അഖില കേരള ചേരമർ ഹിന്ദു മഹാസഭ ഉത്കണ്ഠാകുലരാണെന്ന് നേതാക്കൾ പറഞ്ഞു. ചോദ്യം ചെയ്താൽ ഈ കേസിന് തുമ്പുണ്ടാകുമെന്ന് ആ നാട്ടിലെ മുഴുവൻ ജനങ്ങളും പറഞ്ഞു. ജനങ്ങളുടെ ഭാഷ നിയമമല്ലല്ലോ പോലീസിന്റെ ഭാഷ. അതുപോലെ തന്നെ കൂട്ടായി ബിപിൻ എന്നൊരു ചെറുപ്പക്കാരൻ കട്ടപ്പന ഗവൺമെന്റ് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന വ്യക്തി ഒരു പെൺകുട്ടിയുമായി മാനസികമായി അടുപ്പമുണ്ടായിരുന്നു. സാമ്പത്തികമായി വളരെ മുന്നോക്കം നിൽക്കുന്ന ആ കുട്ടിയുടെ ആളുകൾ, ഉദ്യോഗതലത്തിൽ പോലീസിൽ ബന്ധമുള്ള ആളുകൾ ആ പയ്യനെ അവിടെ വിളിച്ചു വരുത്തി വീട്ടിൽ വെച്ച് മർദ്ദിച്ച് അവസനാക്കിയ ശേഷം വായിൽ വിഷമൊഴിച്ചു കൊടുത്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് വന്നത് വിഷം കഴിച്ച് മരണമടഞ്ഞുണ്ടാവും അല്ലേ? ഈ നാട്ടിലെ പത്രമാധ്യമങ്ങൾ മുഴുവൻ എഴുതിയോ? ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ അവിടെ ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കി അവിടെ സമരം നടത്തി. എന്ത് പ്രയോജനമുണ്ടായി? അടിമാലി പട്ടികജാതി പട്ടികവർഗ വികസന ഓഫീസിൽ വൻ കൈക്കൂലിയും അഴിമതിയും നടക്കുകയാണ്. ഓഫീസറും ക്ലർക്കും കൂട്ടായി ഭരണകക്ഷിയുടെ ഒത്താശയോടെയാണ് അഴിമതി നടത്തുന്നത്. മുരിക്കാശ്ശേരിയിൽ കഴിഞ്ഞ ദിവസം AKCHMSന്റെ ശാഖാ പ്രസിഡന്റ് രാജന്റെ വസതിയിൽ അതിക്രമിച്ചു കയറി ഭാര്യയും മക്കളെയും ആക്രമിച്ചു. ഈ കേസിൽ പ്രതികളെ ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. കട്ടപ്പന ഉപ്പുകണ്ടം ശാഖയിലെ കുളമാങ്കുഴയിൽ KK കുഞ്ഞുമോന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി കുഞ്ഞുമോന്റെ ഭാര്യ മണി,
മകൻ ദിലീപ്, മരുമകൾ മഞ്ജു, പേരക്കുട്ടി ദേവിക എന്നിവരെ മൃഗീയമായി മർദ്ദിക്കുകയും വീട് തല്ലിത്തകർക്കുകയും ചെയ്ത പ്രതികൾക്കെതിരെ ഇനിയും കേസെടുത്തിട്ടില്ല. പോലീസിന്റെ ഏകപക്ഷീയമായ നിലപാടുകൾ അവസാനിപ്പിക്കുക, പട്ടികജാതി ഫണ്ട് വിനിയോഗം സുതാര്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കട്ടപ്പന ഇടുക്കിക്കവലയിൽ നിന്നും ഇന്ന് പ്രതിഷേധ പ്രകടനം നടന്നത്. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിൽ AKCHMS ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സുരേഷ് ലബ്ബക്കട അധ്യക്ഷനായിരുന്നു. യോഗം ജില്ലാ സെക്രട്ടറി KK സുശീലൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ട്രഷറർ MK ശശീന്ദ്രൻ, VS ശശി, പണിക്കൻകുടി സന്തോഷ്, TT കുട്ടപ്പൻ, KPMS ജില്ലാ പ്രസിഡന്റ് ശിവൻ കോഴിക്കാമാലി, KSS ജില്ലാ പ്രസിഡന്റ് രാജു ആഞ്ഞിലിത്തോപ്പിൽ, KVMS ജില്ലാ സെക്രട്ടറി K ഭാസ്കരൻ, ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് അംഗം TK അപ്പുക്കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു. തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിനെതിരെ UDF ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. ചെറുതോണിയിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിലാണ് ഇവർ ഇക്കാര്യം അറിയിച്ചത്. 1974 മുതൽ ജനങ്ങൾക്കാവശ്യമായ നിരവധി പദ്ധതികളുമായി പ്രവർത്തിച്ചു വരുന്ന തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിനെതിരെ അടുത്തിടെ UDF ഉന്നയിച്ച ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്നും 2015 മാർച്ചിൽ നടക്കുവാനുള്ള ഭരണസമിതി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ പകപോക്കലാണിപ്പോൾ തോപ്രാംകുടി ബാങ്കിനെതിരെ നടന്നുവരുന്നതെന്നും ബാങ്ക് പ്രസിഡന്റ് KK രാജേന്ദ്രൻ ആരോപിച്ചു. എന്നാൽ കഴിഞ്ഞ 2 ഭരണസമിതിയുടെ കാലയളവിൽ 10 വർഷക്കാലമായി ബാങ്ക് പുരോഗതിയുടെ പാതയിലാണ്. 28 ലക്ഷം രൂപ നിക്ഷേപം ഉണ്ടായിരുന്ന ബാങ്ക് ഇപ്പോൾ 2 കോടി രൂപ നിക്ഷേപവും, അതുപോലെ 20 ലക്ഷം രൂപയോളം സ്വർണ്ണപ്പണയം ഉണ്ടായിരുന്ന 1.5 കോടി രൂപ ആവുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മൊത്തം ഇടപാടുകൾ ആളുകൾക്ക് ലോൺ കൊടുത്തിട്ടുണ്ട്. 8 കോടി രൂപയുടെ ലോൺ കൊടുത്തിട്ടുണ്ട്. 20 ലക്ഷം രൂപ മാത്രം ഉണ്ടായിരുന്ന SH ഗ്രൂപ്പുകളുടെ വായ്പ 4 കോടി രൂപയോളം അധികരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിക്ഷേപത്തിലെ വർധന ഉണ്ടായി. ബിസിനസ് വായ്പ ആവശ്യക്കാർക്കെല്ലാം കൊടുക്കുന്ന സ്ഥിതി ഉണ്ടായി. കാർഷിക വായ്പ, അതുപോലെ അത്യാവശ്യ സന്ദർഭങ്ങളിൽ വിവാഹത്തിന് വേണ്ടിയുള്ള സഹായം, അത്തരത്തിൽ എല്ലാ വിധത്തിലും അംഗങ്ങളുടെ സൗകര്യപ്രദമായ രീതിയിൽ ലോൺ കിട്ടാവുന്ന തരത്തിലേക്ക് ഈ സ്ഥാപനത്തെ മാറ്റി ജനങ്ങളുടെ ബാങ്കാക്കി ആ ബാങ്കിനെ മാറ്റാൻ ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ബാങ്കിലെ നിക്ഷേപകയുടെ പണം തട്ടിയെടുത്തതിൽ ക്യാഷ്യർക്കുള്ള പങ്ക് വ്യക്തമായിട്ടുണ്ടെന്നും എന്നാൽ ഇതിന്റെ പേരിൽ CPM ലോക്കൽ സെക്രട്ടറിയെ UDF ബലിയാടാക്കുവാനുള്ള ശ്രമം രാഷ്ട്രീയ പകപോക്കലാണെന്നും നേതാക്കൾ ചെറുതോണിയിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. PJ ചന്ദ്രൻ, ജോസ് ജോസഫ്, ജോർജ് മത്തായി നെടുമ്പുറത്ത് തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വാഹനാപകടത്തിൽ മരണമടഞ്ഞ വിദ്യാർത്ഥി കുന്തളംപാറ പുരയിടത്തിൽ ലിജോ ജോണിക്ക് ആയിരങ്ങളുടെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. കട്ടപ്പന സെന്റ് ജോർജ് ഫൊറോന പള്ളി സെമിത്തേരിയിൽ ഇന്ന് 11:30 സംസ്കാരം നടന്നു. കട്ടപ്പന ഓശാനാം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു ലിജോ. കഴിഞ്ഞ 24-ാം തീയതി ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ കാഞ്ചിയാറിനു സമീപം പാലാക്കടയിലായിരുന്നു അപകടമുണ്ടായത്. കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ ലിയോ ചികിത്സയിലുമായിരുന്നു. സുഹൃത്തിന്റെ സ്കൂട്ടർ തിരികെ നൽകാനായി മറ്റൊരു സുഹൃത്തായ ജാഫീറിനൊപ്പം പോകുമ്പോൾ നിയന്ത്രണം വിട്ട് കാറിലിടിക്കുകയായിരുന്നു. പരിക്കേറ്റ ഇരുവരും കോലഞ്ചേരിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 20-ാം തീയതി ഉച്ചതിരിഞ്ഞ് 3:30 ലിയോ മരണത്തിന് കീഴടങ്ങിയത്. കട്ടപ്പന ഓച്ചാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു ലിയോ. ഇന്നലെ ഉച്ചതിരിഞ്ഞ് മാതൃവിദ്യാലയത്തിൽ പൊതുദർശനത്തിന് വെച്ച കൂട്ടുകാരന്റെ ചേതനയേറ്റ ശരീരത്തിനു മുൻപിൽ വിതുമ്പലടക്കി സഹപാഠികൾ നിന്നു. കളിയും ചിരിയും ഉപേക്ഷിച്ച് നിത്യതയിലേക്ക് യാത്ര പോയ കൂട്ടുകാരന് കണ്ണീർ പൂക്കൾ കൊണ്ടവർ സ്നേഹാർപ്പണം നടത്തി. മൈതാനത്തും ക്ലാസ് മുറിയിലും ഇടനാഴിയിലുമെല്ലാം എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി പരിഭവം പറഞ്ഞ് പൊട്ടിച്ചിരിച്ച് കുസൃതികൾ സമ്മാനിച്ച് എല്ലാവർക്കും പ്രിയങ്കരനായി ഓടി നടന്ന കൂട്ടുകാരൻ. അവന്റെ കളിച്ചിരികൾ ഇനിയില്ല. ആ വേദന സഹപാഠികളുടെ ഹൃദയം പൊള്ളിക്കുന്നതായിരുന്നു. കണ്ടുനിന്നവരെ പോലും കണ്ണീരണിയിക്കുന്ന ഹൃദയഭേദകമായ രംഗത്തിനാണ് മാതൃവിദ്യാലയം സാക്ഷിയായത്. ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കിയാക്കി അകാലത്തകന്നുപോയ പ്രിയ സുഹൃത്തിന് നാടിനൊപ്പം സഹപാഠികൾക്കൊപ്പം അധ്യാപകർക്കൊപ്പം ഞങ്ങളും നേരുന്നു കണ്ണീരിൽ കുതിർന്ന വിട. അനിൽ കെ ശിവറാം, ന്യൂസ് ഡെസ്ക്. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം മണിയാറൻകുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ബസ് സാമൂഹ്യ വിരുദ്ധർ അടിച്ചു തകർത്തു. കഴിഞ്ഞ 3 മാസങ്ങളായി ബസിന് നേരെ വിവിധ രീതിയിൽ ആക്രമണം നടന്നുവരികയായിരുന്നു. പ്രഭയിൽ വരുമിവള
ജിജീസ് ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. ഇപ്പോൾ കിട്ടിയ വാർത്ത. വസ്ത്രങ്ങളുടെ മായിക പ്രപഞ്ചവുമായി പെട്രോൾ ഫാഷൻ കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തനം തുടരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധിയിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തിക്കുന്ന പെട്രോൾ ഫാഷനിലാണ്. 3 നിലകളിലായി അതിവിശാലമായ ഷോറൂമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ആദ്യ നിലയിൽ ലേഡീസ് ഫാൻസി ഐറ്റംസ്, ഓർണമെന്റ്സ്, സ്റ്റേഷനറി, ഗിഫ്റ്റുകൾ എന്നിവയുടെ ശേഖരമാണ് ഉള്ളത്. താഴത്തെ നിലയിൽ ബ്രാൻഡഡ് ഷർട്ടുകൾ, ജീൻസുകൾ, ടീഷർട്ടുകൾ എന്നിവയുടെ ശേഖരവുമായി മെൻസ് വെയർ. മുകളിലത്തെ നിലയിൽ പുതുപുത്തൻ ട്രെൻഡുകൾക്ക് അനുസൃതമായി സ്ത്രീ സങ്കല്പങ്ങൾക്ക് ചാരുത പകർന്ന് ലേഡീസ് വെയറും ഒരുക്കിയിരിക്കുന്നു. പെട്രോൾ ഹൈലി ഇൻഫ്ലേമബിൾ ഫാഷൻ, പള്ളിക്കവല, കട്ടപ്പന. ട്രെൻഡി ഡിസൈൻ. കല്യാണത്തിന് മോൾക്ക് സ്വർണ്ണം എടുത്തത് പവിത്രയിൽ നിന്നാണ്. ഏലത്തിന്റെ നിറവും സ്വർണത്തിന്റെ നിറവും കണ്ടാൽ ഞങ്ങൾ ഹൈ റേഞ്ചുകാർക്ക് അറിയാം അതിന്റെ പരിശുദ്ധി. പവിത്ര ഗോൾഡ്, ഹൈറേഞ്ചിലെ ഒരേ ഒരു വെഡിംഗ് ജ്വല്ലറി. സ്ട്രോങ് ഫർണിച്ചർ, ഇൻഡെക്സ് ഫർണിച്ചർ. ഇൻഡെക്സ് ഫർണിച്ചർ, നിയർ KSRTC ബസ് സ്റ്റാൻഡ്, വെള്ളയാങ്കുടി, കട്ടപ്പന. വാർത്തകൾ തുടരുന്നു. മണിയാറൻകുടിയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ബസ് സാമൂഹ്യ വിരുദ്ധർ അടിച്ചു തകർത്തു. കഴിഞ്ഞ 3 മാസങ്ങളായി ബസിന് നേരെ വിവിധ രീതിയിലുള്ള ആക്രമണം നടന്നുവരുന്നതായും ആരോപണം ഉയർന്നിട്ടുണ്ട്. മണിയാറൻകുടി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കുട്ടികൾക്കായി ക്രമീകരിച്ച ബസ്സാണ് കഴിഞ്ഞ ദിവസം സാമൂഹ്യ വിരുദ്ധർ അടിച്ചു തകർത്തത്. പെരുങ്കാലായിൽ റോഡ് വക്കിൽ രാത്രി നിർത്തിയിട്ടിരുന്ന ഈ ബസ് ആദിവാസി കുട്ടികൾക്കായി ഗോത്രസാരഥി പദ്ധതി പ്രകാരം ഏർപ്പെടുത്തിയതാണ്. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗം കൂടിയായ സ്വകാര്യ വ്യക്തി കരാർ വ്യവസ്ഥയിലാണ് ഈ ബസ് സ്കൂളിനായി ഓടിക്കുന്നത്. 95 കുട്ടികൾ ഇതിൽ യാത്ര ചെയ്യുന്നുമുണ്ട്. വട്ടമേട്, ആനക്കൊമ്പൻ, പെരുങ്കാല ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് ഇതിൽ യാത്ര ചെയ്യുന്നത്. മാസങ്ങൾക്ക് മുൻപ് ബസ്സിലെ ഡീസൽ ആരോ മോഷ്ടിച്ചതായും ഇതിനെതിരെ പരാതി നൽകിയിട്ട് ഫലമുണ്ടായില്ലെന്നും പദ്ധതിയുടെ തുക 1,70,000 രൂപ ഇനിയും കിട്ടാനുണ്ടെന്നും ഉടമ പറയുന്നു. അതായത് നമ്മൾ ഇന്നലെ സ്കൂൾ ട്രിപ്പ് കഴിഞ്ഞ് വണ്ടി ഇവിടെ ഒതുക്കിയിട്ട് പോയതാണ് വൈകുന്നേരം. രാവിലെ ഇവിടുന്ന് ഫോൺ ചെയ്ത് തന്നെ വിവരം അറിയിക്കുന്നത്, ഗ്ലാസ് പൊട്ടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഈ വിദ്യാർത്ഥികളെ പരിപൂർണമായിട്ടും നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ട്രൈബലിൻ്റെയോ ഒരു സഹായം പോലും ഇല്ലാതെ സ്വന്തം റിസ്കിൽ ഈ വണ്ടി നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ ഈ 9 മാസത്തിനുള്ളിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് 1,20,000 കിട്ടിയിരിക്കുന്നത്, 1,20,000 രൂപ. അപ്പം എല്ലാ വകുപ്പിൽ നിന്നും വിളിക്കുമ്പോഴൊക്കെ പറയുന്നത് പൈസയൊക്കെ റെഡിയാണ്, എല്ലാം ഫണ്ടുണ്ട്, നിങ്ങൾക്ക് ഉടനെ തന്നേക്കാന്നാണ് പറയണേ. ഇതുവരെ ഒരു പൈസയും കിട്ടിയിട്ടില്ല. ആ അവസ്ഥയിലാണ് ഈ പരിപാടി ചെയ്തിരിക്കുന്നത്. ഇതിനു മുമ്പ് ഒരു 5-6 മാസം മുമ്പ് ഇതിനകത്തുനിന്ന് ഒരു 10-65 ലിറ്റർ ഡീസൽ മോഷണം പോയിരുന്നു. അതിന് ഞാനൊരു പരാതി കൊടുത്തിരുന്നു. അതിനൊരു അന്വേഷണമൊന്നും ഉണ്ടായില്ല. അങ്ങനെ ആകെ പ്രതിസന്ധി നിൽക്കുന്ന സമയത്താണ് ഈ പരിപാടി. പോലീസിന്റെ അടിയന്തരമായ നടപടികൾ ഉണ്ടാകണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെട്ടു. വെൺമണിയിൽ ഗ്രാമസദസ് സംഘടിപ്പിച്ചു. ഇടുക്കി MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഗ്രാമസദസ് സംഘടിപ്പിച്ചത്. മറ്റ് പ്രദേശങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വികസനത്തിൽ നമ്മൾ ഒത്തിരി പിന്നിലാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ റോഡുണ്ടാവുക അല്ലെങ്കിൽ അങ്ങനെ കുറെ സൗകര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് മാത്രമല്ല വികസനം അല്ലെങ്കിൽ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട മാറ്റം. നമുക്ക് വേണ്ടത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്തൊക്കെ തരത്തിലുള്ള ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത്. അത് നമ്മുടെ ഓരോ ആളുടെയും ആളോഹരി വരുമാനത്തിൽ വർധനമുണ്ടാവണം. നമ്മളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റമുണ്ടാകണം. നമുക്ക് ഈ അടിസ്ഥാന സൗകര്യ മേഖലകളിലൊക്കെ മാറ്റമുണ്ടാകണം. അങ്ങനെ കാർഷിക മേഖലയിൽ നമ്മൾക്ക് ഒട്ടനവധി പുതിയ പദ്ധതികൾ കൊണ്ടുവരിക, ഉള്ള പദ്ധതികളെ നന്നായി നടപ്പിലാക്കിക്കൊണ്ട് കാർഷിക മേഖലയിൽ നിന്നും വരുമാനം വർദ്ധിപ്പിക്കണം.
ഇതുമൊക്കെയായി ബന്ധപ്പെട്ട് കുടുംബശ്രീയുണ്ട്, അതുപോലെ നമ്മളുടെ പ്രധാനമന്ത്രിയുടെ ഗ്രാമീണ തൊഴിൽദാന പദ്ധതിയുണ്ട്. ഈ പദ്ധതികളെയൊക്കെ ഏറ്റവും ഗുണകരമായി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള ആലോചന പ്രവർത്തനങ്ങളാണ് നമുക്കുണ്ടാകുന്നത്. കഞ്ഞിക്കുഴി പഞ്ചായത്ത് സൻസദ് ആദർശ് ഗ്രാമയോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതിന്റെ ഭാഗമായാണ് വെൺമണിയിൽ പ്രത്യേക ഗ്രാമസദസ് സംഘടിപ്പിച്ചത്. കഞ്ഞിക്കുഴി പഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിനായി നടപ്പാക്കുന്ന പദ്ധതികളുടെ പൊതു അവലോകനം ലക്ഷ്യമാക്കിയാണ് എംപിയുടെ നേതൃത്വത്തിൽ ഗ്രാമസദസ് സംഘടിപ്പിച്ചത്. വെൺമണി MG ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP ഉസ്മാൻ അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് PD ശോശാമ്മ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ PT ജയകുമാർ, കുഞ്ഞമ്മ തോമസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആലീസ് മാത്യു, മറ്റംഗങ്ങളായ ജേക്കബ് മാത്യു തായങ്കരി, G നാരായണൻ നായർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ഊരക്കാട്ട്, ഫാദർ ജോജോ തുടങ്ങിയവർ സംസാരിച്ചു. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിനെ കേരളത്തിലെ ആദ്യ സൻസദ് ആദർശ് ഗ്രാമമാക്കി ഉയർത്തുമെന്ന് ഇടുക്കി MP ജോയ്സ് ജോർജ് പറഞ്ഞു. പഴയരിക്കണ്ടത്ത് ആദർശ് ഗ്രാം യോജന വിളംബര ജാഥയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു MP. ഇടുക്കി ജില്ലയിലെ ഏറ്റവും അവികസിത ഗ്രാമപഞ്ചായത്തിലൊന്നാണ് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത്. ഇതിനാലാണ് സൻസദ് ആദർശ് ഗ്രാമയോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തുവാൻ താൽപര്യമെടുത്തതെന്നും പദ്ധതിയിൽ നടപടികൾ പൂർത്തിയാക്കുന്ന കേരളത്തിലെ ആദ്യ പഞ്ചായത്തായി കഞ്ഞിക്കുഴിയെ മാറ്റുമെന്നും ഇടുക്കി MP ജോയ്സ് ജോർജ് പറഞ്ഞു. കഞ്ഞിക്കുഴിയിൽ സൻസദ് ആദർശ് ഗ്രാമ വിളംബര ജാഥയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു MP. സൻസദ് ആദർശ് ഗ്രാമപഞ്ചായത്ത് കഞ്ഞിക്കുഴിയായിരിക്കണമെന്നായിരുന്നു എന്റെ സ്വപ്നം. അതുപോലെ തന്നെ ഈ സൻസദ് ആദർശ് ഗ്രാമയോജനയുടെ ഏറ്റവും അവസാനത്തെ വിശകലനം നടക്കുമ്പോൾ ഇന്ത്യയിലാകെ തെരഞ്ഞെടുക്കപ്പെടുന്ന 540 280 ഉൾപ്പെടുന്ന ഗ്രാമപഞ്ചായത്തുകളിൽ ഇന്ത്യയിൽ ഏറ്റവും ഒന്നാമത്തെ സൻസദ് ആദർശ് ഗ്രാമമായി കഞ്ഞിക്കുഴി മാറണമെന്നുള്ളതാണ് എന്റെ സ്വപ്നം. പഴയരിക്കണ്ടത്തു നിന്നും ആരംഭിച്ച ജാഥ വട്ടോൻപാറ, കഞ്ഞിക്കുഴി, തള്ളക്കാനം എന്നീ സ്ഥലങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി വൈകിട്ട് ചേലച്ചുവട്ടിലാണ് സമാപിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് PD ശോശാമ്മ അധ്യക്ഷയായിരുന്നു. പഞ്ചായത്ത് അംഗം G നാരായണൻ നായർ, ഷേർലി മാത്യു തായങ്കരി, ജേക്കബ് മാത്യു, PT ജയകുമാർ, കുഞ്ഞമ്മ തോമസ്, TK തുളസീധരൻ, ശശി കല്യാണി, ജോസ് ഊരക്കാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. ജാഥയിൽ 1000-ലധികം പേരാണ് അണിചേർന്നത്. കട്ടപ്പന ശാന്തിനഗർ റെസിഡൻസ് അസോസിയേഷൻ വാർഷികാഘോഷങ്ങൾ നടന്നു. കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് ജാൻസി ബേബി ഉദ്ഘാടനം നിർവഹിച്ചു. കട്ടപ്പന ശാന്തിനഗർ റെസിഡൻസ് അസോസിയേഷന്റെ 6ാമത് വാർഷികാഘോഷങ്ങളാണ് കട്ടപ്പനയിൽ നടന്നത്. അനീഷ് ആലപ്പാട്ടിന്റെ വീട്ടിൽ നടന്ന ആഘോഷ പരിപാടികൾ കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് ജാൻസി ബേബി ഉദ്ഘാടനം ചെയ്തു. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇത് 6ാമത് വാർഷികമാണ്. SNR എന്ന് പറയുമ്പോൾ കട്ടപ്പന പഞ്ചായത്തിലെ ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തുന്ന ഒരു അസോസിയേഷൻ എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഞാൻ എല്ലാ പ്രാവശ്യവും പറയാറുണ്ട്, നമ്മുടെ ടൗൺ വാർഡിൽ 2 അസോസിയേഷൻ കണ്ടത് ജവഹർ നഗറും ശാന്തി നഗറും. അപ്പൊ ജവഹർ നഗർ ചെല്ലുമ്പോൾ ഞാൻ പറയും, ഇതുപോലെ ശാന്തി നഗറിലെ പ്രവർത്തനങ്ങൾ കണ്ടാണ് എല്ലാവരും പഠിക്കേണ്ടത്. അവരുടെ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനമാണ് അസോസിയേഷന്റെ വിജയത്തിന് കാരണം എന്ന് ഞാൻ പറയും. വേറുള്ള അസോസിയേഷൻ ചെല്ലുമ്പോഴും ഞാൻ ശാന്തി നഗറിന്റെ കാര്യമാണ് പറയുന്നത്. പക്ഷെ നമ്മൾ നല്ലൊരു പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാൽ നമുക്ക് മറ്റുള്ളവർക്ക് മാതൃകയായി തീരാൻ പറ്റും. അസോസിയേഷൻ പ്രസിഡന്റ് KS മാത്യു അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് KC സുനിൽകുമാർ കലണ്ടർ പ്രകാശനം ചെയ്തു. മുൻ MLA തോമസ് ജോസഫ്, ഗ്രാമപഞ്ചായത്ത് അംഗം മനോജ് M തോമസ്, SBI മാനേജർ PS സന്തോഷ്, ലിസൺ തോമസ്, ജോയി പുത്തേട്ട്, SK സതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം മത്തായി മാത്യു ഈട്ടിക്കത്തടത്തിൽ നിർവഹിച്ചു. ആരോഗ്യവും മാനസികവും എന്ന വിഷയത്തിൽ PC രമ്യ ക്ലാസ് നയിച്ചു. അവര് രാവിലെ എണീറ്റ് എല്ലാ ഭക്ഷണവും വെക്കും അല്ലേ. ചിലപ്പോ അച്ഛന്മാരെ സഹായിക്കും, ചിലപ്പോ സഹായിക്കാത്ത ആൾക്കാരുണ്ട് അല്ലേ. അമ്മമാര് പരാതി പറഞ്ഞ് കേട്ടിട്ടില്ലേ? ഇല്ലേ? പരാതി പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഞാൻ തന്നെ ഈ അടുക്കള കിടന്ന് പണിയാണ്, എന്നെ ഒരു തോയി കൈ പോലും സഹായിക്കത്തില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇവിടെ റെസിഡൻസ് അസോസിയേഷനിലുള്ളവരെല്ലാവരും വളരെ നന്നായി സഹായിക്കുന്നവരാണ്. അമ്മമാർക്ക് പരാതി ഒന്നുമില്ല, ഒരു പരാതി ഇല്ലാത്ത അമ്മമാര്. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. പാണ്ടിപ്പാറയിൽ വൃദ്ധജനങ്ങൾക്കായി പ്രത്യേക മെഡിക്കൽ ക്യാമ്പ് നടന്നു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ സാന്ത്വനം പരിചരണ പദ്ധതിയായ സൗഹൃദ സായന്തനം 2015ന്റെ ഭാഗമായാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. പാണ്ടിപ്പാറ അംഗൻവാടിയിലെ വയോജന ക്ലബ്ബിലെ അംഗങ്ങൾക്കായാണ് പ്രത്യേക ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കുന്ന സൗഹൃദ സായന്തനം പദ്ധതിയുടെ ഭാഗമായാണ് മെഡിക്കൽ ക്യാമ്പ് നടന്നത്. അംഗൻവാടി ഹാളിൽ ചേർന്ന ഉദ്ഘാടന യോഗത്തിൽ കോർഡിനേറ്റർ കൂടിയായ അംഗൻവാടി വർക്കർ റിൻഡ അധ്യക്ഷയായിരുന്നു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷേർലി ജോസഫ് പുന്നത്താനിൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അംഗൻവാടിയോട് ചേർന്ന്
ഈ 60 വയസ്സിന് മുകളിലുള്ള ആളുകളുടെ ഒരു ഗ്രൂപ്പ് രൂപീകരിച്ച് അവരെ ആഴ്ചയിൽ ശനിയാഴ്ച ദിവസങ്ങളിൽ ഉച്ച കഴിഞ്ഞ് 2 മണിക്കൂർ നേരം അവിടെ കൂടുകയും അവർക്ക് വിനോദത്തിനായിട്ട് ചെസ് ബോർഡ്, ക്യാരംസ് ബോർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ഭക്ഷണം, ചായ, ചെറുകടിയൊക്കെ 23 രൂപ വരെയുള്ള ഭക്ഷണം ഒരു ശനിയാഴ്ച നിങ്ങൾക്ക് തരും. പിന്നെ ടീച്ചർക്ക് 50 രൂപ ഒരു ആഴ്ചയിൽ 2 മണിക്കൂർ നേരം നിങ്ങളുടെ എടുക്കുന്നതിനുണ്ട്. ഇത്ര സംവിധാനമാണ് ബ്ലോക്ക് പഞ്ചായത്ത് ചെയ്തിരിക്കുന്നത്. കൂടാതെ വർഷത്തിൽ ഒരു തവണ ഒരു മെഡിക്കൽ ക്യാമ്പ്, ഒരു ആയുർവേദ, ഹോമിയോ, അലോപ്പതിയാണ് ഉദ്ദേശിച്ചത്. അപ്പം നമുക്കിവിടെ ഹോമിയോയ്ക്ക് വലിയ ചെലവില്ലാത്തതുകൊണ്ട് നമ്മൾ അതുകൂടെ കൂട്ടിക്കൊണ്ട് ആയുർവേദം, ഏറ്റവും നമുക്ക് കലർപ്പില്ലാത്ത അല്ലെങ്കിൽ മായം ചേരാത്ത മരുന്ന് നമ്മൾ എത്തിക്കുന്നതിന്, പ്രത്യേകിച്ച് പ്രായം ചെന്നവരെ സംബന്ധിച്ച് അവർക്ക് കുഴമ്പ് അങ്ങനെയുള്ള സാധനങ്ങളാണ് കൂടുതൽ വേണ്ടത്. ICDS സൂപ്പർവൈസർ സുധാമണി പദ്ധതി വിശദീകരണം നടത്തി. വയോജന ക്ലാസ് സെക്രട്ടറി തോമസ് PT, ഡോക്ടർ ശശികല തുടങ്ങിയവർ സംസാരിച്ചു. 150ഓളം പേർക്ക് ക്യാമ്പിൽ ചികിത്സ ലഭിച്ചു. കാമാക്ഷി ആയുർവേദ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശശികല ക്യാമ്പിന് നേതൃത്വം നൽകി. ഈ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, കട്ടപ്പന. സ്വർണം പവന് ഇന്ന് വിപണിയിൽ 20,080 രൂപയാണ് വില. 1 ഗ്രാം സ്വർണത്തിന് 2,510 രൂപ വില രേഖപ്പെടുത്തി. വെള്ളി ഗ്രാമിന് 39 രൂപ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്ര ഗോൾഡ്, കട്ടപ്പന. കമ്പോള വാർത്തകളിലേക്ക്. ഏലം ഇന്ന് വിപണിയിൽ കൂടിയ വില 900 കുറഞ്ഞ വില 850 രേഖപ്പെടുത്തി. കുരുമുളക് കിലോഗ്രാമിന് 565, കാപ്പി 125, റബ്ബർ 110, ഗ്രാമ്പു 950, കൊക്കോ കിലോഗ്രാമിന് 54 എന്നിങ്ങനെയാണ് വില നിലവാരം. ജാതിക്ക് 300 രൂപയും ജാതിപത്രിക്ക് കൂടിയ വില 1100, കുറഞ്ഞ വില 1000 ഇന്ന് വിപണിയിലെ വില. കമ്പോള വാർത്തകൾ കഴിഞ്ഞു. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. 3.5 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിക്കുവാൻ ശ്രമിച്ച പിതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മാതാവിന്റെ പരാതിയെ തുടർന്നായിരുന്നു അറസ്റ്റ്. കുമളി കൊല്ലംപട്ടണ സ്വദേശി അനൂപാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ജനുവരി 26 മുതൽ ഈ മാസം 16 വരെയുള്ള ദിവസങ്ങളിൽ രാത്രികാലങ്ങളിൽ മകളെ പീഡിപ്പിക്കുവാൻ ശ്രമിച്ചുവെന്നാണ് പരാതിയിൽ പറയുന്നത്. മാങ്കുളം കുരിശുപാറയിൽ 7 വയസ്സുകാരിയെ പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതി ഒളിവിൽ. പ്രതിയെ പിടികൂടുവാൻ ശ്രമിക്കാതെ രക്ഷപ്പെടുത്തുവാനുള്ള ഗൂഢശ്രമങ്ങൾ നടക്കുന്നതായും ആരോപണം. കുടിവെള്ളമില്ലാതെ മുളകുവള്ളി നിവാസികൾ. വാഴത്തോപ്പ് പഞ്ചായത്തിലെ മുളകുവള്ളി ഗ്രാമത്തിൽ പഞ്ചായത്തിന്റെ കുടിവെള്ള പദ്ധതിയും ജനങ്ങൾക്ക് പ്രയോജനപ്പെട്ടില്ല. വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന പണിക്കൻകുടി കാറ്റാടിപ്പാറയെ ഗ്രാമീണ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്ന് റോഷി അഗസ്റ്റിൻ MLA. കാറ്റാടിപ്പാറ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇടുക്കി MLA. റോഡ് നിർമ്മാണം ദ്രുതഗതിയിൽ നടക്കുമ്പോഴും ഗതാഗതം സുഗമമാക്കുവാൻ പാലമില്ലാതെ വിമലഗിരി നിവാസികൾ. മരിയാപുരം ഗ്രാമപഞ്ചായത്തിലെ മരിയാപുരം എന്ന കുടിയേറ്റ ഗ്രാമത്തിലേക്കാണ് ഗതാഗത സൗകര്യമൊരുക്കുവാൻ പാലം ആവശ്യമുള്ളത്. ഇന്നത്തെ ഈ വാർത്താ സംപ്രേഷണം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. സ്ട്രോങ് ഫർണിച്ചർ, ഇൻഡെക്സ് ഫർണിച്ചർ. ഇൻഡെക്സ് ഫർണിച്ചർ, നിയർ KSRTC ബസ് സ്റ്റാൻഡ്, വെള്ളയാങ്കുടി, കട്ടപ്പന. കല്യാണത്തിന് മോൾക്ക് സ്വർണം എടുത്തത് പവിത്രയിൽ നിന്നാണ്. ഏലത്തിന്റെ നിറവും സ്വർണത്തിന്റെ നിറവും കണ്ടാൽ ഞങ്ങൾ ഹൈ റേഞ്ചുകാർക്ക് അറിയാം അതിന്റെ പരിശുദ്ധി. പവിത്ര ഗോൾഡ്, കട്ടപ്പന. ഇപ്പോൾ കിട്ടിയ വാർത്ത. വസ്ത്രങ്ങളുടെ മായിക പ്രപഞ്ചവുമായി പെട്രോൾ ഫാഷൻ കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തനം തുടരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധിയിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തിക്കുന്ന പെട്രോൾ ഫാഷനിലാണ്. 3 നിലകളിലായി അതിവിശാലമായ ഷോറൂമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ആദ്യ നിലയിൽ ലേഡീസ് ഫാൻസി ഐറ്റംസ്, ഓർണമെന്റ്സ്, സ്റ്റേഷനറി, ഗിഫ്റ്റുകൾ എന്നിവയുടെ ശേഖരമാണ് ഉള്ളത്. താഴത്തെ നിലയിൽ ബ്രാൻഡഡ് ഷർട്ടുകൾ, ജീൻസുകൾ, ടീഷർട്ടുകൾ എന്നിവയുടെ ശേഖരവുമായി മെൻസ് വെയർ. മുകളിലത്തെ നിലയിൽ പുതുപുത്തൻ ട്രെൻഡുകൾക്ക് അനുസൃതമായി സ്ത്രീ സങ്കല്പങ്ങൾക്ക് ചാരുത പകർന്ന് ലേഡീസ് വെയറും ഒരുക്കിയിരിക്കുന്നു. പെട്രോൾ ഹൈലി ഇൻഫ്ലേമബിൾ ഫാഷൻ, പള്ളിക്കവല, കട്ടപ്പന.
KG's ജുവലറി കോട്ടയം കടയുടെ അതിവിപുലമായ വെള്ളി ആഭരണശാല KG's സിൽവർ മൈൻ ഗുരുമന്ദിരത്തിന് സമീപം പ്രവർത്തിക്കുന്നു. പരിശുദ്ധമായ വെള്ളിയിൽ തീർത്ത ആഭരണങ്ങൾ മിതമായ നിരക്കിൽ. ആധുനിക ഡിസൈനിലുള്ള കമ്മലുകൾ, മോതിരങ്ങൾ, വിവാഹ ആവശ്യത്തിനുള്ള നെക്ലേസുകൾ, പ്ലാറ്റിനം ഫിനിഷിംഗ് വളകൾ, വെള്ളിപ്പാത്രങ്ങൾ, മാലകൾ, കൊലുസുകൾ, അരഞ്ഞാണങ്ങൾ, ലോക്കറ്റുകൾ, കൊന്തകൾ, നേർച്ച സാധനങ്ങൾ, കൈചെയിനുകൾ, നവരത്ന മോതിരങ്ങൾ തുടങ്ങിയ വെള്ളിയാഭരണങ്ങളുടെ അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്ര കല്ലുകൾ തിരഞ്ഞെടുക്കുവാൻ ജോൽസിന്റെ സേവനം ലഭ്യമാണ്. KG's സിൽവർ മൈൻ സിൽവർ കളക്ഷൻസ്, കോട്ടയം കട, ഗുരുമന്ദിരത്തിന് സമീപം, കട്ടപ്പന. You know that thing must be 100 years old. ചന്തം കാളിന്റെ നാദം ഗോപി സംഗീതം मेरे डोलना सुन मेरे प्यार की तुम मेरे डोलना सुन मेरी चाहते KG's ജ്വല്ലറി കോട്ടയം കട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. അധികം വൈകാതെ അനലോഗ് ചാനലുകൾ ഇല്ലാതാകും. കേട്ടില്ലേ? ശരിയാണ്. ഇനി ഡിജിറ്റൽ ചാനൽസിന്റെ കാലമാണ്. അപ്പോ ഏറ്റവും മികച്ച കണക്ഷൻ തന്നെ വേണ്ടേ? ഏതെങ്കിലും ഒരു കണക്ഷൻ എടുക്കാമെന്ന് വെച്ചാലോ? കാലാവസ്ഥയെ പേടിക്കണം, ഓർത്തിരുന്ന് റീചാർജ് ചെയ്യണം, സർവീസിന് വേണ്ടി കാത്തിരിക്കണം. എന്തിനു റിസ്ക് എടുക്കണം? കേരള വിഷൻ ഡിജിറ്റൽ TV സെറ്റ് ടോപ്പ് ബോക്സ് കണക്ട് ചെയ്യൂ. 250 പരം ചാനലുകൾ, HD and 3D ചാനലുകൾ, ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രാദേശിക ചാനലുകളും. കേരളം രാജ്യത്തിന് മാതൃകയാവുന്നു കേരള വിഷൻ ഡിജിറ്റൽ TVയിലൂടെ. മിതമായ നിരക്കിൽ ആകർഷകമായ പാക്കേജുകളിൽ. കേരളം മാറുന്നു സെറ്റ് ടോപ്പ് ബോക്സിലൂടെ. കേരളം മാറുന്നു കേരള വിഷനിലൂടെ. പകരം വെക്കാനാവില്ല ഒന്നും.